വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ RK വെഡിംഗ് മാൾ നമ്മുടെ കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രമുഖ വസ്ത്ര വ്യാപാര ബ്രാൻഡാണ് RK വെഡിംഗ് മാൾ. തുടങ്ങിയിട്ട് ഏകദേശം 3 മാസം ആവുന്നതേ ഉള്ളൂ. നമ്മുടെ ഓണത്തിനോടനുബന്ധിച്ചാണ് ഈ ഒരു വെഡിംഗ് മാൾ ഓപ്പൺ ആയിട്ടുള്ളത് കൊല്ലത്ത്. നമ്മുടെ തമിഴിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ചിയാൻ വിക്രം സർ ആയിരുന്നതിന്റെ ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഇനാഗുറേഷൻ ആയിരുന്നു ഈ RK വെഡിംഗ് മാളിൻ്റെത്. അപ്പം റീസെന്റ് ആയിട്ട് ഇപ്പം RK വെഡിംഗ് മാൾ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനത്തിൽ അവിടെയുള്ള കുറച്ച് സ്റ്റാഫുകൾക്ക്, എല്ലാ സ്റ്റാഫുകൾക്കും അല്ല, കുറച്ച് സ്റ്റാഫുകൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചൂഷണത്തെ പറ്റി ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞ ഒരു പേജിനകത്ത് കുറച്ച് ന്യൂസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് കണ്ടുകൊണ്ട് തന്നെ തുടങ്ങാം. ഇവിടുത്തെ രജിസ്റ്റർ നോക്കിയാൽ എത്ര പേരെ പറഞ്ഞോട്ട് പ്രതികരിക്കാൻ പറ്റാത്ത എത്ര സ്റ്റാഫുകളെ പറഞ്ഞോട്ട് ഇവര് കുറവ്. അവിടെ എല്ലാം സാലറി കുറവ്, ഇവിടെ സാലറി കൂടുതലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് ശമ്പളം തരാം, എല്ലാ ആനുകൂല്യങ്ങളും തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ കയറ്റിയത്. ഇവിടുന്ന് 2-ാം തീയതി വൈകുന്നേരം ആശുപത്രി കൊണ്ടുപോയതാ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ലീവ് ചോദിച്ച് ലീവ് തന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ പിന്നെ എന്നെ തിരുവനന്തപുരത്ത് പോകണമെന്നാണ് ഇവർ പറയുന്നത്. ഇനി ഇവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവിടുന്ന് എനിക്ക് ആക്സിഡന്റ് പറ്റിയതാണ്. അതിന് ഇവർ വിളിച്ച് തിരക്കിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓണത്തോടനുബന്ധിച്ചാണ് ഈ ഒരു ഷോപ്പ് അവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പൊ ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കച്ചവടവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. അപ്പൊ എന്തായിരിക്കും, നമുക്ക് ഒരുപാട് സ്റ്റാഫുകളുടെ സേവനം അവിടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഫെസ്റ്റിവൽ സീസണിന്റെ തിരക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ RK വെഡിംഗ് മാളിന്റെ മാനേജ്മെന്റ് ഒരുപാട് സ്റ്റാഫുകളെ ഹയർ ചെയ്തു. സെയിൽസ് ഗേൾ ആയിക്കോട്ടെ, ഇവിടെ ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ, ഒരുപാട് ജോലിക്കാരെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഇവർ ഹയർ ചെയ്തു. ആ സമയത്ത് നല്ല രീതിയിൽ കച്ചവടവും കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ ഇപ്പം ഓണമൊക്കെ കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞു. ഇപ്പം അവർക്ക് കാര്യമായിട്ടുള്ള കച്ചവടമൊന്നും നടക്കുന്നില്ല. അപ്പം അനധികൃതമായിട്ട് ഈ ഒരുപാട് സ്റ്റാഫുകൾ എടുത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതിൽ കുറച്ച് ആൾക്കാർ, എല്ലാവരും അല്ല, ഈ ഒരു വീഡിയോസിനകത്ത് കാണുന്ന ഒരു 10-15 ആൾക്കാർ, ഡ്രൈവേഴ്സും സെയിൽസ് ഗേൾസൊക്കെ അടക്കം ഒരു 10-15 ആൾക്കാരെ അനധികൃതമായി പിരിച്ചുവിട്ടു എന്നാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവർ പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടെ നമുക്ക് കേട്ടുനോക്കാം. തല കറങ്ങി അവർ ആഹാരം പോലും കഴിക്കാതെ ഒരു ദിവസം അവർ വീട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ഹോസ്റ്റലിലെ പിള്ളേരെ രാത്രി 12 മണി വരെ ആയിട്ട് പണിയെടുപ്പിക്കുന്നത്. പിന്നെ അവർ റൂമിലെത്തുമ്പം 2 മണി 3 മണി കുളിച്ച് ഫ്രഷായി ഉറങ്ങാൻ കിടക്കുമ്പം അവർ നേരം വെളുക്കും. ഹോസ്റ്റലിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന ഒരു ചൂഷണമാണ് ഇപ്പം ഈ ഒരു സ്ത്രീ ചൂണ്ടിക്കാണിച്ചേക്കുന്നത്. ഒരുപാട് വൈകിട്ടാണ് അവർ ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിൽ എത്തുന്നത്. അതിനുശേഷം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരു നേരമാവും. പിന്നെ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പിന്നെയും കയറുന്നു. അപ്പം ഈ ഒരു റെഗുലർ അല്ലാത്ത ഡ്യൂട്ടി ടൈമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കാരണം ഈ പെൺകുട്ടികൾക്കൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. അപ്പം അവിടെയുള്ള ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഈ RK വെഡിംഗ് മാളിലെ ലേഡീസൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം അടിക്കടി ചികിത്സ തേടി എത്താറുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പരിശോധിക്കാം എന്നൊക്കെയാണ് ഈ സ്ത്രീ അവകാശപ്പെടുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഇത് മിക്ക സ്ഥാപനങ്ങളിലും നടക്കുന്നതാണ്. ഈവൻ അബ്രോഡ് അടക്കം നടക്കുന്ന ഒരു കാര്യമാണ് ഹോസ്റ്റലിൽ നിൽക്കുന്ന പെൺകുട്ടികളെ ജോലി സ്ഥലത്ത് ചൂഷണം ചെയ്യുക എന്നുള്ളത്. കാരണം ഫാമിലി ആയിട്ട് താമസിക്കുന്നവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഹോസ്റ്റലിൽ നിൽക്കുക എന്ന് പറയുന്ന സമയത്ത് തന്നെ, ഹോസ്റ്റലിൽ നിൽക്കുന്ന പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ മാനേജ്മെന്റിന് ഒരു 2-ാം ഗേറ്റിലുണ്ടായ മക്കളോടുള്ള ഒരു പ്രതീതിയാണ് അനുഭവപ്പെടുന്നത് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പം ഈ ഒരു RK വെഡിംഗ് മാളിന്റെ കേസിലും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തീർത്തും സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളോട് നമുക്ക് കേൾക്കാം. ഗോഡൌണിൽ സ്ത്രീകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു ലാഡർ പോലും കൊടുക്കാതെ, ഒരു സ്റ്റൂൾ പോലും കിടക്കാതെ ഇത്രയും ചൂടത്ത് അവരെ എടുത്ത് പണിയെടുപ്പിക്കുക അവിടെ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഒട്ടും സേഫ്റ്റി ഇല്ലാതെയാണ് ഈ ഒരു സ്ത്രീ ആ ഒരു പൊക്കത്ത് കയറിയിരിക്കുന്നത്. ഈവൻ അവിടെ നിന്ന് തലയും കുത്തി താഴെ വീണിട്ടുണ്ടെങ്കിൽ ആര് സമാധാനം പറയും? അവനവന്റെ ആരോഗ്യം പോയി, അവനവന്റെ നട്ടല് പോയി എന്നല്ലാതെ ഈ ഒരു വെഡിങ് മാളിന്റെ ഓണേഴ്സിന് യാതൊരുവിധ നഷ്ടവും സംഭവിക്കാനില്ല. ആ നഷ്ടം സംഭവിക്കുന്ന മുഴുവൻ ആ ഒരു വർക്ക് ചെയ്യുന്ന ഒരു ലേഡിക്ക് മാത്രമായിരിക്കും. അപ്പൊ ഇതുപോലുള്ള സിറ്റുവേഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാശിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം അത്രയും പാവപ്പെട്ട വീട്ടിൽ, അത്രയും വീട്ടിലെ സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കും ഇതുപോലുള്ള സ്ത്രീകളൊക്കെ ഇത്രയും പട്ടിപ്പടി എടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവനവന്റെ കാര്യത്തിലെങ്കിലും കുറച്ച് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം ഒരു ലാഡർ എങ്കിലും അവിടെ വെക്കേണ്ടതാണ്, അല്ലെ? നമുക്ക് നോക്കിയാൽ കാണാം, ആ ഒരു ഫോട്ടോയിൽ ഒരു ലാഡർ ഒന്നുമില്ല. ചുമ്മാ ആ ഒരു സ്ത്രീ ഒരു പൊക്കത്ത് കയറി നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഡ്രസ്സോ കാര്യങ്ങളോ എങ്ങാനും താഴോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ലാഡറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം എന്ത് സേഫ്റ്റിയാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ഇനി ബാക്കി കാര്യങ്ങളോട് കേൾക്കാം. ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പറ എന്തിനിരിക്കുന്നത്, ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, 5 മിനിറ്റ് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത് വയ്യാന്ന് സെക്ഷനിൽ ജോലി കയറി കഴിഞ്ഞാൽ, ഒരു സെക്ഷനിൽ ജോലി കയറി കഴിഞ്ഞാൽ നമ്മളെ ശ്വാസം പിടിച്ചു നിർത്തി നമ്മളെ ശ്വാസം മുട്ടിച്ചാണ് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. ഇത് ഒട്ടുമിക്ക എല്ലാ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും, എനിക്ക് തോന്നുന്നു ഏകദേശം 90% ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും, ടെക്സ്റ്റൈൽ ഷോപ്പ് മാത്രമല്ല, ഇവിടെ മാളുകളിലെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ കാണാറില്ല, ബ്യൂട്ടി ഷോപ്പ്, ഡ്രസ്സിന്റെ ഷോപ്പ്, ഇന്നറിന്റെ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള പല പല ഷോപ്പുകളിലും, കൂടുതലും ലേഡീസ് ഉള്ള ഷോപ്പുകളിലൊക്കെ, ലേഡീസ് മാത്രമല്ല ജെന്റ്സും അവർ ഇരിക്കുന്നതായിട്ട് നമുക്ക് എവിടെയും കാണാൻ സാധിക്കത്തില്ല. അവരെപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടെ എപ്പോഴും നിന്ന് കസ്റ്റമേഴ്സിനെ വെൽക്കം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊന്നും
സ്റ്റാഫുകൾക്ക് ഇരിക്കാൻ പെർമിഷൻ മാനേജ്മെന്റ് കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. ഇത് ഈ RK വെഡിങ് മാളിൽ മാത്രം കണ്ടുവരുന്നൊരു കലാപരിപാടിയൊന്നുമല്ല. കേരളത്തിലെ എല്ലാവിധ ഏകദേശം 90% തുണിക്കടകളിലും അതുപോലെ മറ്റ് മാളുകളിലും, ഈവൻ നമ്മുടെ ലുലു മാളിൻ്റെ ഉള്ളിൽ ചെറുക്കന്മാരൊക്കെ വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അവരൊന്നും ഇരിക്കുന്നതായിട്ട് ഞാനിവിടെയും കണ്ടില്ല. ഞാൻ എല്ലാ ആഴ്ചയും ലുലുവിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എവിടെയും കണ്ടിട്ടില്ല അവിടെ ജോലിക്ക് നിൽക്കുന്ന സെയിൽസ്മാൻ ഒന്നും എവിടെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈവൻ ബില്ലിംഗ് സെക്ഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ഇരിക്കാറുണ്ട്. അതല്ലാതെ അവിടെ നിൽക്കുന്ന സെയിൽസ്മാൻമാർ ആരും തന്നെ ഇരിക്കുന്നതായിട്ട് ഞാനിവിടെയും കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാരണം പല സ്ഥാപനങ്ങളിലും ഓരോ തൊഴിലാളികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടേം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും വകവെക്കാതെയാണ് ഇതുപോലുള്ള തൊഴിലാളികൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ അടിമകളെ പോലെ ജോലി ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൂടി കേട്ടു നോക്കാം. ടോയ്ലറ്റ് പോകണമെങ്കിൽ 4ാമത്തെ നിലയിൽ നിന്ന് ഇവിടെ വരണം. 4ാമത്തെ നിലയിൽ നിന്ന് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വരണം. അത് അവർ 16 വട്ടം ചെക്കിങ്ങാ. ടോയ്ലറ്റ് തപ്പി മൂത്രമൊഴിക്കാൻ സൗകര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ലേഡീസൊക്കെ ഒരുപാട് ലേഡീസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമായിരിക്കും. പ്രത്യേകിച്ചും സെയിൽസ് ഗേൾ ആണ് കൂടുതൽ ഉണ്ടാവുക. ലേഡീസ് ആണ് പോലുള്ള വസ്ത്രവ്യാപാര കടകളിലൊക്കെ ഉണ്ടാവാറുള്ളത്. അപ്പം അങ്ങനെ ലേഡീസ് ഒരുപാടുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ ഒരു 2 or 3 ടോയ്ലറ്റ് സ്ഥാപിക്കേണ്ടത്, 2 or 3 വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു വാഷ്റൂമെങ്കിലും ഒരു ഫ്ലോറിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ്. എബ്രോഡൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു സ്ഥാപനം തുടങ്ങുകയാണ്, അതിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ, അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും അതിൻ്റെ പ്ലാൻ മൊത്തത്തിൽ നമ്മൾ മുനിസിപ്പാലിറ്റിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് ഒരു നിയമമുണ്ട്. ഇന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അതിൽ ഇന്ന റൂമുകളൊക്കെ വേണം, ടോയ്ലറ്റ് ഇത്ര വേണം, ഇത്ര വീതി വേണം, ഇത്ര നീളം വേണം, സ്റ്റാഫുകൾക്കൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ പല നിയമങ്ങളും ഉണ്ട്. അപ്പോൾ ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഈ ഒരു ബിൽഡിംഗ് കെട്ടിപ്പൊക്കിയാൽ മാത്രമേ അതിന് പെർമിറ്റ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ പെർമിറ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലും ആ ഒരു നിയമം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഒരു RK വെഡിങ് മാളിൻ്റെ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. കാരണം 4ാം നിലയിൽ നമുക്കൊരു വാഷ്റൂമിൽ പോകണം എന്ന് തോന്നുന്നു, നമുക്ക് അത്യാവശ്യമായിട്ടൊന്നും മൂത്രമൊഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ 4ാം നിലയിൽ നിന്ന് താഴെ വരെ പോകേണ്ട ഒരു അവസ്ഥ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എമർജൻസി ആയിട്ടൊന്ന് താഴെ ഇറങ്ങണമെങ്കിൽ 4ാം നിലയിലാണ് ഇപ്പം കറന്റ്ലി ഞാൻ നിൽക്കുന്നെങ്കിൽ എനിക്ക് പെട്ടെന്ന് 1ാം നിലയിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ എമർജൻസി ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ലിഫ്റ്റ് യൂസ് ചെയ്യും. അത് നമ്മൾ പെട്ടെന്ന് താഴ്ത്തത്തുമല്ലോ. പക്ഷേ ഈ ഒരു RK വെഡിങ് മാളിന്റെ കേസിൽ സ്റ്റാഫുകൾക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാൻ പോലുള്ള പെർമിഷൻ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ പോലും ലേഡീസിന് അവിടെ ബുദ്ധിമുട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞ വിഷമം തോന്നി. കാരണം ഒരുപാട് നേരം യൂറിൻ പിടിച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര പാടാണ് അല്ലേ. പിന്നെ അത് മാത്രമല്ല, ഇവർ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈവൻ ടോയ്ലറ്റിൽ പോവുകയാണെങ്കിൽ തന്നെ ഓരോ ഫ്ലോർ മാനേജേഴ്സ് ഉണ്ടാവും, അവരവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കും. ടോയ്ലറ്റിൽ തന്നെയാണോ പോകുന്നത്, എന്താണ് ഇവർ ചെക്ക് ചെയ്യുന്നത്, ബ്ലാഡർ ഫില്ലായെന്നാണോ ഇവർ ചെക്ക് ചെയ്യുന്നത്, എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെയുള്ള കലാപരിപാടികൾ വരെ ഈ RK വെഡിങ് മാളിൽ അരങ്ങേറുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇവർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് HR-നെ കുറിച്ച്, അതുകൂടി കേൾക്കാം നമുക്ക്. 50 ഡ്രൈവർമാർക്ക് ഓണം കഴിഞ്ഞപ്പോൾ 50 പേരെ പറഞ്ഞു വിട്ട്. ഇവിടെ നടക്കുന്ന ഒരു സംഭവങ്ങളും പുറത്തറിയുന്നില്ല. ഗുണ്ടായിസോ കാണിക്കുന്നത് വിളിച്ചു ചേർത്തി. ഇവിടെ HR എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്, അതിനകത്തോട് കയറി അവർക്ക് കംപ്ലൈന്റ് പറഞ്ഞു ഞാൻ പറഞ്ഞ ഇറങ്ങി നിങ്ങളോട് ആരും ഇവിടെ കയറി വരാൻ പറഞ്ഞു. എന്ത് അവകാശം ഉണ്ടെന്നാണ് നിങ്ങൾക്ക് സ്റ്റാഫുകൾക്ക് HR-നടുത്ത് കംപ്ലൈന്റ് പറയാനുള്ള അവകാശം? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ HR എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, ഈ HR ആയിട്ടുള്ള ഒരാൾ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഈ HR പോസ്റ്റിലുള്ള ഒരാൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫുകളുടെ പ്രതിനിധിയായിട്ട് മാനേജ്മെന്റ് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു വ്യക്തിയായിട്ടാണ് ശരിക്കും ഈ HR പോസ്റ്റിലുള്ള ആൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. പക്ഷേ പല സ്ഥാപനങ്ങളിലും ഓൾമോസ്റ്റ് 90% സ്ഥാപനങ്ങളിലും ഈ HR എന്ന് പറഞ്ഞൊരു വ്യക്തി സ്റ്റാഫുകളുടെ ഇടയിൽ എന്തായിരിക്കും, ഒരു ഇത്തിൽക്കണ്ണിയായിരിക്കും. സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില വീഴ്ചകളും കുറച്ച് കുറ്റവും കുറവുകളും നോണയും കോതിയും കുറച്ച് എരിവും പുളിയൊക്കെ അങ്ങോട്ട് കൂട്ടി മാനേജ്മെന്റിലെ മുന്നിൽ പോയി അവതരിപ്പിക്കുന്ന ഒരു ചാരപ്രവർത്തി ചെയ്യുന്ന ഒരാളായിട്ടാണ് പല സ്ഥാപനങ്ങളിലും HR എന്ന വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന സമയത്ത് പലർക്കും പല സ്ഥാപനങ്ങളിലും അവനവന്റെ HR-ന്റെ മുഖം മനസ്സിൽ ഓർമ്മ വരുന്നില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പല HR-മാരും പല സ്ഥാപനങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ HR അതല്ല ചെയ്യേണ്ടത്. ഇത് ആരെങ്കിലും HR പോസ്റ്റിലിരിക്കുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ദയവേത് നിങ്ങളൊന്ന് മാറാൻ ശ്രമിക്കണം. കാരണം HR എന്ന് പറഞ്ഞൊരു വ്യക്തി ചെയ്യേണ്ടത് സ്റ്റാഫുകളുടെ കൂടെ സ്റ്റാഫുകൾക്ക് സപ്പോർട്ടായി നിൽക്കുകയാണ് വേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പൊ ഇനിയും കുറെ കാര്യങ്ങളുണ്ട്, എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല, പലരും റിയാക്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പം ഇതിന്റെ മുതലാളിന്റെ മുഖം ഞാനിവിടെ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് അതിന്റെ മുതലാളി. നവാസ് എന്നാണ് ഈ വ്യക്തിയുടെ പേര്. മലയാളിയാണ്, പക്ഷേ കേരളത്തിലല്ല സെറ്റിൽഡ് ഇൻ ബോംബെ ഓർ മഹാരാഷ്ട്ര സംതിങ് ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ എന്തായാലും സ്വന്തം സ്ഥാപനത്തിനെതിരെ ഇത്രയും അലിഗേഷൻസും ആരോപണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അറിഞ്ഞിട്ടാണോ
അറിയാണ്ടാണോ ഇനി അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുന്നതാണോ എന്നെനിക്കറിയില്ല. എന്തായാലും പുള്ളിക്കാരൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ പ്രകൃതിയായിട്ട് ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, BMW കൊടുക്കും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് മോഹന വാഗ്ദാനങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, ഇത് RK വെഡിങ് മാളിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല. ഇത് പല ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ സ്റ്റാഫുകളെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത്. കാരണം ഇതുപോലെയുള്ള ഇപ്പോൾ സെയിൽസ് ഗേൾ പൊസിഷൻ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലോ സാലറി ഉള്ള ഒരു പൊസിഷനാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നത് അത്രയും വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ടായിരിക്കാം. പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നൊക്കെ പറയുമ്പം നമുക്കറിയാം, ഈ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ രാവിലെ പോയി ചിലപ്പം രാത്രിയാവും, 9 മണി 10 മണിയൊക്കെയാവും ചിലപ്പം വീട്ടിലെത്തുന്നത്. ഫുഡൊക്കെ കഴിച്ച്, പിന്നെ സ്ത്രീകളാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട, വീട്ടിലുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ ജോലിക്കൊക്കെ പോയി ഭയങ്കര കഷ്ടപ്പെട്ട് പോകുന്ന ഒരു ജോലിയാണ് ഈ സെയിൽസ് ഗേൾ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഇമാതിരിയുള്ള ചൂഷണവും പീഡനങ്ങളൊക്കെ ആണെങ്കിലും ആലോചിച്ച് നോക്കി അവരുടെ അവസ്ഥ തീർത്തും വേദനാജനകമാണല്ലേ കേൾക്കുന്ന സമയത്ത്. ഇപ്പൊ ഞാനിവിടെ മറ്റൊരു ക്ലിപ്പ് കാണിക്കാം. ഞങ്ങൾ ഒത്തിരി ദൂരെന്ന് വരുന്നത്, ഞങ്ങൾക്ക് പൈസ വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ല തിരിച്ചു പോകാൻ. അത് മാത്രമല്ല, സാലറി ഇവര് പിടിച്ചു വെക്കുകയും ചെയ്തു, അത് തരുന്നില്ല. സാലറി പിടിച്ചു വെച്ചിരിക്കുന്ന 6000, അല്ലാതെ വേറെ ഞങ്ങൾ ഒരു മാസം നിന്നേര് വേറെ ഉണ്ട്. ഞങ്ങളോട് പറഞ്ഞ അഗ്രിമെന്റ് പ്രകാരം 20 വരെ ജോലി എന്നാൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇന്നൊക്കെ 20 ഞങ്ങൾ മാന്യമായിട്ട് സാലറി ചോദിച്ചു. അപ്പൊ ഇവർ പറഞ്ഞാൽ ഞായറാഴ്ച തരാം. നമ്മളെ വീട്ടിൽ 20 സാലറി കിട്ടും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോ ഇവര് ഞായറാഴ്ച തരാൻ പറ്റൂ, ഞായറാഴ്ച തരുന്ന എന്തോ അത് തന്നെയല്ല സാറേ, ഞങ്ങൾ ഈ നാട്ടുകാർ പോലും അല്ല. ഞങ്ങക്ക് നാളെയും പോരാ സാറേ. ഞാനൊക്കെ ഇപ്പൊ ഹോസ്റ്റലിൽ ഫുഡ് പോലും ഇല്ലാണ്ട് എത്ര ദിവസമായെന്നറിയാവോ? ഫുഡിന് പോലും പൈസ ഇല്ല. 17 വയസ്സുപോലും തികയാത്ത പിള്ളേരുടെ ജോലി. അതെ, അവരവരെ പിടിച്ചു വെച്ചേക്കുവാ. എന്നിട്ട് അവര് കൊണ്ട് ലേബർ ഓഫീസിൽ കൊണ്ടൊക്കെ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോ അവർക്ക് എന്താ സാലറി കൊടുത്തു. ഉണ്ടായിരുന്നു, അതെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇത് എറണാകുളം അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന സീമാസ് വെഡിങ് കളക്ഷൻസ് എന്നൊരു സ്ഥാപനത്തിലുണ്ടായ ഒരു ലേബർ ഇഷ്യൂ ആണ്. അതിനെ തുടർന്ന് അത് വലിയൊരു സംഭവമായിട്ടൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല. എന്നാലും ഈ ഒരു RK വെഡിങ് മാളിന്റെ ഈ ഒരു അലിഗേഷൻ വന്ന സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതിൽ ഉൾപ്പെടുത്തുകയാണ്. ഈ ഒരു സീമാസ് വെഡിങ് കളക്ഷൻസ് നടന്നൊരു സംഭവം സെയിം ഇവിടെയും ലേബർ ഇഷ്യൂ തന്നെയാണ് വിഷയം. ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇവരെന്തായാലും ഈ വീഡിയോയിൽ പറയുന്നില്ല. സാലറി കൊടുക്കാത്തത് തന്നെയാണ് മെയിൻ ഇഷ്യൂ. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന പോലെ ഇത് എല്ലാ സ്ഥാപനങ്ങളിലും നടക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്, മേജർ ഇഷ്യൂ തന്നെയാണ്. ഈ അനധികൃതമായിട്ടുള്ള പിരിച്ചുവിടൽ, സാലറി കൊടുക്കാതിരിക്കുക, സാലറി പെൻഡിങ് വെക്കുക, പിന്നെ പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബറിൽ കംപ്ലൈൻറ്റ് ചെയ്ത് നമ്മൾ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലിച്ചു കയറി ഒട്ടിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് രമ്യമായിട്ട് രണ്ടു കൂട്ടരും ഇരുന്ന് രമ്യമായി പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. അതല്ലാതെ ഇപ്പം നമ്മുടെ കുറച്ച് നാളുകൾക്ക് മുന്നേ അടൂരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതൊക്കെ 2-3 മാസം അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ തന്നെയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞൊരു പേജിൽ ഇന്നും ഈ ഒരു RK വെഡിങ് മാളിൻ്റെ ഇഷ്യൂ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം ഒരു സ്ഥാപനം കെട്ടിപ്പൊക്കുക, ആ ഒരു സ്ഥാപനത്തിന് ആ ഒരു നിലയിൽ എത്തിക്കുക എന്ന് പറയുന്നത് ചില്ലറ കഷ്ടപ്പാടൊന്നുമല്ല. അതിൻ്റെ മുതലാളി ആരായാലും തന്നെ നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടുണ്ടാവും ആ ഒരു സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രമ്യമായിട്ടിരുന്ന് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അങ്ങനെ പരിഹരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പോകേണ്ടതുള്ളൂ, അല്ലേ? പിന്നെ ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ഒരു എഗ്രിമെന്റ് വെക്കുക, കോൺട്രാക്ട് വെക്കുക എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ പെർമിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനുശേഷം അതിനകത്തോട്ട് എത്ര സ്റ്റാഫുകളെ, എത്ര എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നുണ്ട്, അവർക്ക് എത്ര സാലറി കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവരുടെ വർക്ക് ഡ്യൂറേഷൻ കാലാവധി എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ്മെന്റും നമ്മുടെ ഗവൺമെന്റുമായിട്ട് ഒരു ടൈപ്പ് വെക്കുന്നത്, ഒരു എഗ്രിമെന്റ് ഫോമൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും, അല്ലേ? കാരണം അനധികൃതമായി പിരിച്ചുവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഗൾഫിലൊക്കെ ആണെങ്കിൽ എല്ലാ സ്ഥലത്തും ഇതൊന്നും പ്രാവർത്തികമാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എനിക്ക് പേഴ്സണലി അനുഭവം ഉള്ളതാണ്. ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മളെ അനധികൃതമായി പിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ വ്യക്തമായിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ അനധികൃതമായിട്ട് പിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ബെനിഫിറ്റ് കിട്ടണം. നമുക്ക് കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് കമ്പനി റെസ്പോൺസിബിൾ ആണ്. അതുപോലെയുള്ളൊരു നിയമം അല്ലെങ്കിൽ അതുപോലുള്ളൊരു എഗ്രിമെന്റ് നമ്മുടെ നാട്ടിൽ വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് ഒന്ന് പേടിക്കും, ഒന്ന് ചിന്തിക്കും. ഇതുപോലെ അനധികൃതമായിട്ട് സ്റ്റാഫുകളെ എടുത്ത് പിരിച്ചുവിടുന്ന സമയത്ത് മാനേജ്മെന്റ് ഒന്ന് ചിന്തിക്കും, നമ്മൾ ഇത്രയും സ്റ്റാഫുകളെ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ബൾക്കായിട്ടുള്ള ഒരു എമൗണ്ട് ലോസ് ആവും എന്ന് മാനേജ്മെന്റ് ചിന്തിക്കും. അപ്പൊ അതിന് ഇതുപോലുള്ള എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ ദയവായിട്ടൊന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.